സമയം രാവിലെ 10:15. ഇന്നലെ നല്ല മഴയാണ് ഇവിടെ. ഇന്ന് ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്. എത്ര നേരം ഉണ്ടാവുന്നൊന്നും അറിയില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ, എനിക്കിഷ്ടം. കണ്ട, നല്ല തെളിഞ്ഞിട്ട് വെളിച്ചമെല്ലാം ഉണ്ടായിട്ട്. ഇന്നലെ ഫുള്ള് രാവിലെ മുതൽ രാത്രി വരെയും മൂടി കെട്ടിയിട്ടതിനുള്ള നല്ല മഴയും. അതാ പോന്നു, വെയിൽ പോകുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് നേരമൊക്കെ എണീറ്റിട്ട് കറിവേപ്പിലെല്ലാം പൊട്ടിച്ച്, വലിയ മരമുണ്ട് ഇവിടെ, അപ്പം അത് വന്ന് കറിവേപ്പിലെല്ലാം പൊട്ടിച്ച് നമുക്ക് നോക്കാം ഇന്ന് എന്തെന്നാ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്നാ സംഭവം? കുറേ പച്ചക്കറികൾ ഇങ്ങനെ വെച്ച കണ്ടാൽ മനസ്സിലാവും സാമ്പാർ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കറിവേപ്പില പൊട്ടിച്ച. ഇനി ഇത് ഡ്രൈ ആയിട്ട് വേണം ബോട്ടിലിട്ട് വെക്കാൻ. ഇത് നമ്മളെ തലയിലെ പേനും താരനും എല്ലാം പോകാനുള്ള ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന നമ്മളെ അയമോദകത്തിൻ്റെ ഇലയും തുളസി കുഞ്ഞിൻ്റെ വീട്ടിൽ ഉണ്ടായതാണ്. കുഞ്ഞ് പറിച്ചു കൊണ്ടുവച്ചതാണ്. ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് തലയിൽ തേച്ചാൽ മതി. പേനിൻ്റെയും താരൻ്റെ എല്ലാം ശല്യം മാറിക്കിട്ടും. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? പൂരി, പിന്നെ ഇട്ടോളൂ. ഇതെന്നാ പാൻ്റെ ചൂടുള്ള ദോശയും ബാജിക്കറി. ഇനി എന്നാൽ വേഗം ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി. ഇന്ന് ഇലയിൽ സദ്യ ഉണ്ടാക്കാം അമ്മ പറഞ്ഞ. അപ്പം ഇനി സാമ്പാർ, വേറെന്തെല്ലാം വേണം, സദ്യൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കണം. ഡ്രൈ ആയ കറി ലീഫ് നമുക്ക് ബോട്ടിലിട്ട് വെക്കാം. ഇതിങ്ങനെ ഉതിർത്തുതിർത്ത് ഇതിലെല്ലാം ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൽ കുറേ കേടുവന്ന ഇലകളുണ്ട്, അതെല്ലാം നോക്കി പോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പൂരിയായി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പൂരിയും ബാജിക്കറിയും. എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് ആക്കാം അല്ലേ? ഇത് അതല്ല, ചൂടോടെ തന്നലാണ് പൂരി ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോഴൊക്കെ ഒന്നുകൂടി നല്ലോണം ഉണങ്ങിക്കോട്ടെ. നൂറ് പ്ലേറ്റിലൊന്നും ഇടലില്ല ഒരാള്, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എന്താ കൊണ്ടാക്കുന്നത്? ദോശ, പൂരി, ബാജിക്കറി, കട്ടൻ ചായ. ഞാൻ ചായ കുടിക്കട്ടെ. ഒരു വയസ്സെന്ന് എണീച്ചിട്ട് അവര് 12 മണിയാവണമെങ്കിൽ ചോട്ട് എണീച്ചിട്ടുണ്ട് ഇപ്പം കൊടുക്കാം. അങ്ങനെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കണം. അതാ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബീട്രൂട്ട് പച്ചടിയിലൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ജമല് പണിയിച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഇനി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. റെസിപ്പി ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കേട്ടോ. യെസ്, തേങ്ങയാണ് മെയിൻ വേണ്ടത് സദ്യ ഉണ്ടാക്കുമ്പോൾ അല്ല, എല്ലാത്തിലും വേണ്ട. അപ്പം നമ്മൾ കൂട്ടുകറിയാണ് റെഡിയാക്കുന്നത്. കടലയും പച്ചക്കായയും ചേനയെല്ലാം വേവിച്ച് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് കൊടുക്കേണ്ട പണിയായിരുന്നു. ബീട്രൂട്ട് പച്ചടി ഞങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വേപ്പിച്ച് മിക്സിയിൽ നിന്ന് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഞാൻ സാധാരണ ഗ്രേറ്റ് ചെയ്തിട്ടാ ഉണ്ടാക്കൽ, പക്ഷെ ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇത് ഈസി പണിയാക്കിയതാ.
ആദ്യം കടുക് വറ്റൽ മുളക് എല്ലാം താളിച്ച് അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അടിച്ചെടുത്തത് വെച്ചു കൊടുത്ത്. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഓൾറെഡി ബീട്രൂട്ട് ഞാൻ വേവിച്ചതാണ്, അപ്പോൾ അധികം വേവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയും തൈരും, തേങ്ങയിൽ ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, കടുക്, തൈരും ചേർത്ത് നല്ലോണം അടിച്ചെടുത്തതാണ്. ഇതിലോട്ട് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ പച്ചടി റെഡി. കുറച്ചുകൂടി ഉപ്പ് വേണ്ടമ്മ? ഇല്ല, കരിപ്പിലിതാ മഴ പൊട്ടെ. ഇങ്ങനെയാണ് തീ കത്തിക്കുക. സാമ്പാർ കഷ്ണങ്ങൾ വെച്ചോട് പോണമ്മ. വെണ്ട സാമ്പാറിന് മാത്രമാ വേണ്ട ഉമ്മ? സാമ്പാറിന് മാത്രമാ വേണ്ട? ഉപ്പേരി വേണ്ട? പയറില്ലല്ലോ? എന്നുള്ള ചീര ഉണ്ടാ? ആ നേരെ മാമ്പെടുക്കാം. മാമ്പാ നല്ല ചേര കുട്ടിയൊന്നല്ലേ? സുരേഷ് ഒരു ചോപ്പ് കളർ ഉണ്ടായിമല്ലേ? ചേരക്ക് ചോപ്പ് കളർ ഉണ്ടാവാ? ഇവിടെ എനിക്ക് ഇല്ലേ? ഞാൻ ഇപ്പം ചവിട്ടലേനു. ഞാൻ ആദ്യം വിചാരിച്ച അരണിയാളിയും. ധനുവായ് കാണണ വേഗം വന്നോ, വേഗം വാ. വാതുക്കല് വാതുക്കല് ഇതാ 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 കോബ്ര. ഞാള് മാമ്പ് എന്നല്ലേ ഇങ്ങനെ പറയാ, അല്ലെ കാമ്പോ? കാമ്പ് എടുക്കുന്ന കാമ്പ്. ഇങ്ങനെയാണ് വാഴന്റെ കാമ്പ് എടുക്കുക. പിന്നെ ഒന്നുകൂടി എടുത്താ അറിയാ ഇത്? ഇല്ല. അങ്ങനെ നമ്മളെ കാമ്പ് കിട്ടി. ഞാനീനെ ട്യൂബ് എന്നെല്ലാം പറയല്. ട്യൂബ് തന്നെയല്ല, നല്ല വെളുപ്പാണ്. ആ കൊല പകുതിയും വവ്വാൽ കൊത്തി തിന്നു കഴിഞ്ഞു. അങ്ങനെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതില് കടുകും വറ്റൽമുളകും താളിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചോറ് തിന്നുന്ന സമയത്ത് നോക്കാം. തെമ്പ് തൊട്ടോറേ ഉള്ളൂ. എന്നാ ജമലു ഇത് പയറാ? നല്ല അണറുള്ള മത്തിയല്ല. എനിക്ക് പൊരിച്ചാലും ഇഷ്ടം. വരട്ടിയിലിടാം. കുറച്ച് വരട്ടിയാണ് മക്കായിരിക്കാൻ കൊടുക്കുകയും പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഓലിക്കൊന്നും ഇഷ്ടമല്ല. ചോറ് തിന്നാൻ വാഴയുടെ ഇല അല്ല മഞ്ഞ എടുത്തല്ലേ, പച്ചക്കേന് മൂർച്ചയുള്ള ആള് ചോറ് തിന്നാൽ ഇല പറിക്കട്ടെ. വാഴ ഇല കിട്ടി. എനിക്കിത് കഴുകി വൃത്തിയാക്കണം. ആദ്യം ഇത് വാട്ടണം. വെയിറ്റ്. ഇതിവിടെ കീറുവല്ലേ ചെയ്ത് കഴിഞ്ഞ എന്നാ ജിന്നിന്നെ വേന്തെന്നോ ആയിഷ? എങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? ഇതെത്തിനാ പപ്പടാ? ജമലു
എടുത്തിങ്ങോക്കെ. അങ്ങനെ ഇവര് സ്കൂളും വിട്ട് വന്നിട്ടുണ്ട് സദ്യ കഴിക്കാനായിട്ട്. ആദ്യം ഇവിടുന്ന് കഴിച്ചോളാം ഇലയില്. ദാറ്റ്സ് ചൈനീസ് ഡ്രസ്.